8.5 വർഷങ്ങൾക്ക് ശേഷം കുറ്റം തെളിഞ്ഞതിൽ ആശ്വാസം. എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം. എവിടെയും മുഴങ്ങിക്കേൾക്കുന്ന പ്രസ്താവനകൾ. മലയാളി ഇത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഈ 2 പ്രസ്താവനകളും ചിലരുടെ നാവുകളിൽ നിന്നും ഒരേ സമയം പൊഴിഞ്ഞു വീഴുന്നത് കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കേരളം. ഇത്രമാത്രം അഴകുഴമ്പൻ നയം സ്വീകരിക്കുവാൻ പ്രമുഖ വ്യക്തികളെ പ്രേരിപ്പിച്ച ശക്തി ഏതായിരിക്കും? ഇത്തരമൊരു പ്രതികരണം പുറത്തു വരാൻ കഴിയാത്തത്ര ക്രൂര പീഡനങ്ങൾക്ക് വിധേയായെങ്കിലും ഇത് മറ്റൊരാൾക്കും സംഭവിക്കരുതേ എന്ന പ്രതിജ്ഞയോടെ ധൈര്യപൂർവ്വം നീതിന്യായ വ്യവസ്ഥകളോട് വിളിച്ചു പറഞ്ഞ ഹതഭാഗ്യായ ഒരു പെൺകുട്ടിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. തനിക്ക് നേരെ കൊടും ഹീനമായ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത മ്ലേച്ഛമായ മനസ്സിൻ്റെ ഉടമയുടെ ദ്രംഷ്ടങ്ങളുടെ മൂർച്ചയും വ്യാപ്തിയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും അതിനെതിരെ നിയമത്തിൻ്റെ വിലങ്ങൾ അണിയിക്കാൻ തയ്യാറായ പെൺകുട്ടിക്ക് വേണ്ടത് സഹതാപമല്ല, മറിച്ച് ആരെയും ഭയക്കാതെ അവളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരമൊരു ചിത്രം ദൃശ്യമാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമാണ്. അതിലുപരി പ്രതികരിക്കേണ്ട പല വിശിഷ്ട വ്യക്തിത്വങ്ങളും മൗനം ഭജിക്കുകയുമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളും സന്താപങ്ങളും വെള്ളിത്തിരയിൽ അതിവൈകാരികമായി അവതരിപ്പിച്ച് കയ്യടി നേടിയിട്ടുള്ള പല തൂലികകളിലെയും മഷി ഉണങ്ങിപ്പോയിരിക്കും. തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്ന പല പ്രതീകങ്ങളും ചലനം നഷ്ടപ്പെട്ട മൺപ്രതിമകളായി പരിണമിച്ചിരുന്നു. എന്തിനും ഏതിനും ഊരിയിടുന്ന നായകരെന്ന് അവകാശപ്പെടുന്നവരുടെ അധരങ്ങൾ പോലും മുദ്ര വെച്ചടച്ചിരിക്കുന്നു. അമ്മയെന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംഘടനയ്ക്ക് സ്ത്രീപക്ഷ മുഖം നഷ്ടപ്പെട്ടുപോയി എന്ന് മുറവിളി കൂട്ടി വിജയശ്രീ ലാളിതരായി നേതൃത്വ രംഗത്തേക്ക് വന്ന ജ്വലിക്കുന്ന വനിതാരത്നങ്ങൾ പോലും അവരിലൊരു സഹപ്രവർത്തകയായിരുന്ന ഒരു പാവം പെൺകുട്ടിയുടെ മാനം തകർത്ത സംഭവത്തിൽ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന ദുഃഖകരമായ വിധിയിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും 2 ദിവസമായിട്ടും നടത്തിക്കണ്ടില്ല എന്നിടത്താണ് വേട്ടക്കാരൻ്റെ ശക്തി എത്രമാത്രമുണ്ടെന്ന് വ്യക്തമാകുന്നു. കുറ്റം തെളിഞ്ഞിരിക്കുന്നു. കൊട്ടേഷൻ കൃത്യം ശിരസാ നിറവേറ്റിയ സംഘം പകൽ പോലെ വ്യക്തമായി നിലകൊള്ളും. ഡിജിറ്റൽ തെളിവുകളിൽ വെട്ടിത്തിരുത്തലുകൾ ആരോപിക്കപ്പെടും. പക്ഷേ കൊട്ടേഷൻ്റെ ഉത്ഭവം മാത്രം കണ്ടെത്താൻ പര്യാപ്തമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പറയുന്നു ഇരയ്ക്കൊപ്പമെന്ന്. ജാഗ്രത, കരുതൽ, അതിജീവിതയെ ചേർത്ത് പിടിക്കും എന്നീ പ്രയോഗങ്ങൾ കേട്ട് മലയാളിയുടെ കാത് തഴമ്പിച്ചിരിക്കും. ഇരയെയും വേട്ടക്കാരനെയും വെള്ളിത്തിരയിൽ കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. അതിൽ വേട്ടക്കാരൻ്റെ ഓർമ്മയ്ക്കാണ് തെളിച്ചം കൂടിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് തെളിച്ചം കുറഞ്ഞ ഓർമ്മയോടൊപ്പമാണ്. അതെ, ഇരയോടൊപ്പം തന്നെ എന്നും. സാങ്കേതികമായി കോടതി വിധി വേട്ടക്കാരന് സംരക്ഷണ കവചം ഒരുക്കിയേക്കാം. പക്ഷേ വെള്ളിത്തിരയിൽ ഒരിക്കൽ കൂടി ലീലകളുടെ പൂരം തീർക്കാൻ ഈ കവചം മാത്രം മതിയാകില്ല. മനസ്സിൽ നന്മയുടെ ഉറവ ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മലയാളി അതിന് സമ്മതിക്കുകയുമില്ല. സിനിമാ ഭാഷയിൽ തന്നെ പറയുന്നു, ലോകനാർക്കാവിലമ്മയാണ് സത്യം, സത്യം, സത്യം. കണ്ണീരിൻ്റെ വിലയറിയാത്ത ഒരു ദേവിയും മലയാളിയുടെ ഓർമ്മ പുരാണങ്ങളിലില്ല. ആരെയും ഭയക്കാതെ, ആരെയും അപഹസിക്കാതെ സ്വയം കണ്ടെത്തിയ പാതയിൽ പിടിച്ചു നിന്ന 2 സ്ത്രീരത്നങ്ങളെ നിങ്ങൾ അബലകളല്ല, മറിച്ച് സുധീരകളാണ്. നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. തളരരുതേ എന്ന ആശംസകൾ. നിങ്ങളുടെ മനസ്സ് ഇവിടെ കുറിച്ചിട്ട ചിന്തകളോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ജയകുമാർ.